വിസി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്നും കോടതി വ്യക്തമാക്കി. തർക്കം പരിധി കടക്കരുതെന്നും ഗവർണറും സർക്കാരും ചർച്ച നടത്തണമെന്നും കോടതി ആവർത്തിച്ചു. നാളെ രാവിലെ കോടതിയിൽ പേരുകൾ നൽകാമെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ, കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിച്ചപ്പോഴും കോടതി കൃത്യമായി പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്നൊരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഗവർണർ വീണ്ടും താൽക്കാലിക വിസിമാരായി സിസ തോമസിനെയും ശിവപ്രസാദിനെയും നിയമിക്കുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ ഈ തർക്കം ഏതാണ്ട് പരിഹരിക്കുന്നു, ഒരു സമവായത്തിലെത്തി എന്ന് പറയാൻ കഴിയുമോ? എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? അതായത് കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞതായിരുന്നു, ഒരു തരത്തിലും ഒരു തർക്കത്തിലേക്ക് പോകരുത്, ഇരുവരും സമന്വയത്തോടെ മുന്നോട്ട് പോകണം, സർക്കാരും ഗവർണറും ചർച്ച നടത്തണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇങ്ങനെ കാലാതീതമായി മുന്നോട്ട് പോകുന്നു. അതായത് സ്ഥിരം വിസി നിയമനം എന്നത് നടക്കുന്നില്ല. മറ്റൊന്ന്, ഇവർ തമ്മിലുള്ള തർക്കം ഇങ്ങനെ രൂക്ഷമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ച് ഗവർണറുടെ പേര്, ഗവർണർ നിർദ്ദേശിക്കുന്ന പേര് ഉടൻ തന്നെ കോടതി സമർപ്പിക്കണം. ഒപ്പം തന്നെ സർക്കാർ ആരുടെയൊക്കെയാണ് പേര് നിർദ്ദേശിക്കുന്നത് അതും നിർദ്ദേശിക്കണം, ഉടൻ തന്നെ കോടതി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഇത് നാളെ തന്നെ ഈ കോടതിയിൽ സർക്കാരിൻ്റെ പേരുകൾ അത് നിർദ്ദേശിക്കാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ അഭിഭാഷകൻ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്ത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇരുവരും തമ്മിലുള്ള തർക്കം അതിങ്ങനെ അതിര് കടന്നൊരിക്കലും പോകാൻ പാടില്ല എന്നുള്ളൊരു ആവർത്തനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നേരത്തെ സെർച്ച് കമ്മിറ്റി രൂപീകരണം അത് സർക്കാരിൻ്റെ അവകാശമാണ് എന്നുള്ള രീതിയിൽ ഒരു വാക്കാൽ പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വാദം കേൾക്കുന്നതിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ ഒരു തിരിച്ചടി ഗവർണർക്ക് ഉണ്ടാകുമെന്നുള്ളൊരു അനുഭൂതി സൃഷ്ടിച്ചുവെങ്കിൽ പോലും തന്നെ ഇക്കാര്യത്തിൽ ഒരു സമന്വയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ നീക്കമെന്ന അർത്ഥത്തിൽ നമുക്കിത് കണക്കാക്കപ്പെടാം. അതായത് ഇരുവർക്കും ഈ ആർക്കാണ് ഇതിൻ്റെ അധികാരം എന്നതിലല്ല കാര്യം, ഈ വിസി നിയമനത്തിൽ മുന്നോട്ട് പോകണം. അതായത് വിദ്യാർത്ഥികളുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും എത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സർക്കാർ നൽകിയിട്ടുള്ള പുതിയ ഓർഡിനൻസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ 5 അംഗ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അത് നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ ഒപ്പിടാതെ പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. അത് രാഷ്ട്രപതിയും പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അതും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ വിഷയങ്ങൾ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടി അത് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കാമെന്ന് ഉള്ള അറിയിപ്പ് വരികയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമന്വയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കും. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണറുടെ അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇല്ലാത്ത അധികാരത്തിൽ കൈകടത്തരുത്. സർക്കാർ ചങ്കുറപ്പോടെ ഗവർണറുടെ മുഖത്തു നോക്കി കാര്യങ്ങൾ പറയണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് കടുപ്പിച്ച് ഗവർണർ. എല്ലാ സർവകലാശാലകളും ദിനാചരണം നടത്തണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ വീണ്ടും കത്ത് നൽകി. ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാരും പ്രതിപക്ഷവും രംഗത്തെത്തി. സർക്കുലർ അനുസരിക്കാൻ സർവകലാശാലകളും ഇതുവരെ തയ്യാറായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലറെന്നും ദിനാചരണം നടത്തണമെന്നുമാണ് രാജ്ഭവന്റെ കർശന നിലപാട്. ആദ്യ സർക്കുലറിൽ സർവകലാശാലകൾ താൽപര്യം കാണിക്കാത്തതോടെയാണ് ഇന്നലെ വീണ്ടും ഗവർണറുടെ കത്ത്. കേരള, കണ്ണൂർ സർവകലാശാലകൾ കോളേജുകൾക്ക് സർക്കുലർ കൈമാറിയിരുന്നു. എന്നാൽ കേരള സർവകലാശാല സർക്കുലർ തിരുത്തിയത് വിവാദമായി. ഈ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ ഇടപെടൽ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ശോഭ കെടുത്താനുള്ള നീക്കമാണ് ഗവർണറുടേതെന്ന് പ്രതിപക്ഷം. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. സർക്കുലർ നടപ്പാക്കേണ്ടതില്ലെന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോളേജുകളെ അറിയിച്ചേക്കും. ഗവർണറുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. RSS അജണ്ടയ്ക്ക് സർവകലാശാലകളെ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.